നമസ്കാരം മക്കളെ, RRB NTPCയുടെ CBT 1 എക്സാമിനേഷനിങ് അടുത്തു വരികയാണ്. ഇനി വളരെ 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 കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് നമുക്ക് ഒരു 85+ മാർക്ക് ഈ ഒരു എക്സാമിന് നേടാൻ കഴിയുക? അതായത് കട്ട് ഓഫ് ക്ലിയർ കട്ടായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു സംശയവുമില്ലാതെ CBT 2 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ 85+ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പ്രാപ്തമായിരിക്കണം. അതിനെങ്ങനെയാണ് നിങ്ങൾക്ക് സഹായിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എക്സാമിനേഷൻ നമുക്ക് എന്ന് പ്രതീക്ഷിക്കാം, എങ്ങനെയാണ് ആ സമയത്തെ പ്ലാൻ ചെയ്യാൻ കഴിയുക, ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഒരു സെഷനിൽ ചർച്ച ചെയ്യാം. നേരെ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. അതായത് മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന്റെ കട്ട് ഓഫ് എന്താണ് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 2019 CBT 1 എക്സാമിന്റെ കട്ട് ഓഫ് പരിശോധിച്ചാൽ ട്രിവാൻഡ്രത്തെ കട്ട് ഓഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ജനറൽ കാറ്റഗറിക്ക് 79 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 80 മാർക്കിനടുത്ത് കട്ട് ഓഫ് വന്നു. ഓക്കെ, ജനറൽ കാറ്റഗറിക്ക് CBT 1 2019 എത്രയാണ് കട്ട് ഓഫ് വന്നത്? 80-നടുത്ത് മാർക്കാണ് ട്രിവാൻഡ്രത്ത് കട്ട് ഓഫ് വന്നത്. ദെൻ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ദെൻ നമ്മുടെ മുംബൈ ആണെങ്കിൽ 77 കട്ട് ഓഫ്, ദെൻ മുസാഫിർ ആണെങ്കിൽ 57 കട്ട് ഓഫ്, പാറ്റ്ന 63. അതായത് നമുക്ക് ഏകദേശം ഒരു 80 മാർക്കിനോട് അടുത്ത് കട്ട് ഓഫ് വന്നതായിട്ട് കാണാൻ കഴിയും. എന്നാൽ 2024 വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ഒരു വർഷം നടക്കുന്ന ഈ ഒരു എക്സാമിനേഷന്, ഈ CBT എക്സാമിനേഷന് നമ്മൾ കട്ട് ഓഫ് എന്ത് ചെയ്യണം? അവിടെ കുറച്ചുകൂടി കൂടുതൽ പ്രതീക്ഷിച്ച് പഠിക്കണം. അത്രയും വരുവോ വരാതിരിക്കോ എന്തും ചെയ്തോട്ടെ, നമ്മൾ സേഫ് ആവാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പരിശ്രമിക്കണം. അതായത് 85+ മാർക്ക് സ്കോർ ചെയ്ത് ഒരു സേഫ് സിറ്റുവേഷനിലേക്ക് പോകാൻ, ഒരു സേഫ് സോൺ പിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പറ്റണം. അതിനായിട്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെയാണ്, റിയാലിറ്റി മനസ്സിലായി. 80 മാർക്കിനടുത്ത് കട്ട് ഓഫ് വന്നു. നമ്മളത് 85+ലേക്ക് കോമ്പറ്റീഷൻ പുഷ് ചെയ്ത് കയറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ തന്നെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് ഭയങ്കര വലിയ പ്രാധാന്യമാണുള്ളത്. നമ്മൾ എന്ത് ചെയ്താലും അത് കൺസിസ്റ്റന്റ് ആയില്ല എങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? റിസൾട്ട് കിട്ടില്ല. അതേപോലെ തന്നെയാണ് മക്കളെ ഈ ഒരു പരീക്ഷയും. ഇനി നമ്മുടെ മുൻപിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ കുറഞ്ഞ സമയം കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് അതിന്റെ ലാസ്റ്റ് എൻഡിലേക്ക് എത്തുമ്പോൾ, എക്സാമിനേഷനിലേക്ക് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്തിലേക്ക് എത്തും? സക്സസിലേക്ക് എത്തും. അപ്പൊ കൺസിസ്റ്റൻസി ആണ് എന്തിന്റെ കീ എന്ന് പറയുന്നത്? സക്സസിന്റെ കീ എന്ന് പറയുക. കൺസിസ്റ്റൻസി ആണ് സക്സസിന്റെ കീ എന്ന് പറയുക. ഓരോ ദിവസവും, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, എന്നാണോ എക്സാം നടക്കാൻ പോകുന്നത് ആ എക്സാം നടക്കുന്ന ദിവസം വരെയും നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയുക, നിങ്ങൾക്ക് 85+ മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടോ? നിങ്ങൾ കൺസിസ്റ്റന്റ് ആവണം. നിങ്ങൾക്ക് 85-ൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങളുടെ CBT 1 എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കൂടി എന്ത് ചെയ്യണം? തയ്യാറാവേണ്ടതായിട്ടുണ്ട്. നോക്കിക്കടാ, അതിന് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വന്ന റീജിയൻസ് എവിടെ നിന്നൊക്കെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടി നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയും. അതായത് ആപ്റ്റിറ്റ്യൂഡ് നോക്കി കഴിഞ്ഞാൽ ആവറേജ് 3 to 4 മാർക്സ് വരെ വരാറുണ്ട്, 3 തൊട്ട് 4 മാർക്ക് വരെ. HCF LCM ആണെങ്കിൽ 3 തൊട്ട് 4 ക്വസ്റ്റ്യൻസ് വരെ വരും. റേഷ്യോ, പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, നമ്പേഴ്സ്, സിംപ്ലിഫിക്കേഷൻ, മെൻസുറേഷൻ, ഈ കിടക്കുന്ന റീജിയൻസിനെല്ലാം എന്താണ് ഒരു തുല്യമായിട്ടുള്ള പ്രാധാന്യം, അല്ലെ? ഒരു 3 മുതൽ 2, 4 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ നമുക്ക് ചോദ്യങ്ങൾ വരുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ CBT 1 എക്സാം ആണെങ്കിൽ അവിടെ 30 മാർക്കും, CBT 2 എക്സാം ആണെങ്കിൽ 35 മാർക്കുമുള്ള റീജിയൻ ആണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന റീജിയൻ. അപ്പൊ അത് അത്രയും പ്രധാനപ്പെട്ടതാണ്. എല്ലാ മേഖലയിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്? സ്ഥിരമായിട്ട് ചോദ്യം വരാറുണ്ട്. ഇതിനെ നമ്മൾ പുൾ ചെയ്യാൻ എന്ത് ചെയ്യണം മക്കളെ? കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടാവണം. കൺസിസ്റ്റന്റ് ആയി എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ഭാഗത്തെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയുള്ളൂ. മറിച്ചൊന്നല്ല ജനറൽ ഇന്റലിജൻസിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ റീസണിങ്ങിന്റെ കാര്യത്തിലും. അവിടെയും CBT 1-ന് 30 മാർക്കും CBT 2-ന് 35 മാർക്കുമാണ്. അതായത് സെയിം പ്രപ്പോർഷൻ ആപ്റ്റിറ്റ്യൂഡിനുള്ളതുപോലെ റീസണിങ്ങിനുമുണ്ട്. പക്ഷേ റീസണിങ്ങിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ മുഴുവനായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതായത് എക്സാമിന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻ വളരെ വേഗത്തിൽ ഒറ്റ നോട്ടത്തിൽ ഇതാണ് അതിന്റെ ലോജിക് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണമെങ്കിൽ മക്കളെ അവിടെ എന്ത് വേണം? കൃത്യമായിട്ടുള്ള പ്രാക്ടീസ്
പ്രാക്ടീസ് നിങ്ങൾക്ക് വേണം. കൃത്യമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകണം, എങ്കിൽ മാത്രമേ അത് നേടാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അവിടെ ആർഗ്യുമെന്റ് അസംഷൻസ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ദെൻ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, കോഡിങ്, ഡീകോഡിങ്, ഡേറ്റ സഫീഷ്യൻസി, ദെൻ പേപ്പർ, മിറർ, വാട്ടർ ഇമേജ് പോലെയുള്ളത്, ഫിഗേഴ്സ്, ബ്ലഡ് റിലേഷൻ, ഓഡ് വൺ ഔട്ട്, ആൽഫബറ്റിക് സീരീസസ്, ഡയറക്ഷൻ, വെൻ ഡയഗ്രം, കലണ്ടർ, സിലോജിസം, പസിൽസ്, ഓർഡർ ആൻഡ് റാങ്കിങ്, ക്ലോക്ക്, ഇവിടെ എല്ലാം നിങ്ങൾ നോക്കി, അവിടെ എല്ലാം കൃത്യമായിട്ടുള്ളൊരു പ്രപ്പോർഷൻ കാണാൻ കഴിയും അല്ലെ. എല്ലാ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം മുഴുവനായിട്ട് എല്ലാ ഭാഗങ്ങളും നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാ? കൃത്യമായിട്ടുള്ള പ്രാക്ടീസിലൂടെ ക്ലാസ്സുകൾ കാണുക, കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എങ്ങനെയാണ്? കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ കൺസിസ്റ്റൻസിയാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? 85+ മാർക്ക് നേടി ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുക. ഇനി നേരെ ജനറൽ അവയർനെസ്സിലേക്ക് എത്തിയാലോ? ജനറൽ അവയർനെസ്സിനാകെ 40 മാർക്കാണുള്ളത് CBT 1 എക്സാമിന്. ദെൻ CBT 2 ആണെങ്കിൽ അവിടെ 50 മാർക്ക് എവിടെയുണ്ട്? ഈ പറയുന്ന ജനറൽ അവയർനെസ് റീജിയൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ബയോളജി പഠിക്കാം, ദെൻ കെമിസ്ട്രി പഠിക്കാം, ഫിസിക്സ്, ജോഗ്രഫി, പൊളിറ്റി, ഹിസ്റ്ററി, എക്കണോമിക്സ്, സ്റ്റാറ്റിക് GK, കറണ്ട് അഫയേഴ്സ്, ഇവിടുന്ന് എല്ലാം എന്ത് വരുന്നുണ്ട്? ചോദ്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് കറണ്ട് അഫയേഴ്സും സ്റ്റാറ്റിക് GKയും പോലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ ബാക്കി എല്ലാ ഭാഗത്തു നിന്നും നിരന്തരമായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണം. അവിടെയും എന്ത് തന്നെ വേണം? പ്രാക്ടീസ് വേണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് CBT 1 എക്സാമിനേഷന്റെ പ്രത്യേകത 100 ചോദ്യങ്ങൾക്ക് 90 മിനിറ്റ് ആണ്. എന്നാൽ CBT 2 വരുമ്പോഴത്തേക്കും 120 ചോദ്യങ്ങൾക്ക് 90 മിനിറ്റ് ആണ്. സമയം എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. അവിടെ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും സമയം എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാനായിട്ടുള്ള എബിലിറ്റി നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്ത് ഈ ഒരു CBT 1 എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 85+ മാർക്ക് നേടണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ 90 ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റൻഡ് ചെയ്യണം. അതായത് നെഗറ്റീവ് ഇല്ലാതെ 90 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ 85+ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. 100 ചോദ്യങ്ങളിലൂടെ കൃത്യമായിട്ട് കടന്നു പോകണം. ദാറ്റ് മീൻസ് അവിടെ സമയത്തിന് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്തു പോകാനായിട്ട് ഒരു 30 തൊട്ട് 40 സെക്കൻഡ് മാത്രമേ നിങ്ങൾ എടുക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 85+ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ക്ലിയർ ആണ്? ഞാൻ പറഞ്ഞതിന്റെ ഡെപ്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? ഓക്കെ ആണ്, സെറ്റ് ആണ്. ഇവിടെ സ്റ്റാറ്റിക് GKയും കറണ്ട് അഫയേഴ്സും ഞാൻ പറഞ്ഞു കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ നിങ്ങൾ സെലക്റ്റീവ് ആയിട്ട് തന്നെ പഠിക്കണം. അതായത് സ്റ്റാറ്റിക് GK ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, വളരെ വാസ്റ്റ് ആണ്. പക്ഷെ അവിടെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്യണം. എന്താണത്? ക്ലാസിക്കൽ ആൻഡ് ഫോക്ക് ഡാൻസ്, അവാർഡ് ആൻഡ് ഹോണേഴ്സ്, വാട്ടർഫോൾസ്, ഗവൺമെന്റ് സ്കീംസ് ആൻഡ് ആപ്സ്, ദെൻ ഫെസ്റ്റിവൽസ്, സ്പോർട്സ്, ടെമ്പിൾസ് ആൻഡ് മൊന്യൂമെന്റ്സ്, ഇതൊക്കെ സ്റ്റാറ്റിക് GKയിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ കറണ്ട് അഫയേഴ്സ് നോക്കിയേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, റാങ്കിങ് ആൻഡ് ഇൻഡെക്സസ്, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് വിത്ത് തീംസ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് യൂണിയനുമായി ബന്ധപ്പെട്ട മിലിറ്ററി എക്സസൈസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, 2024 ഒളിമ്പിക്സ് ക്വസ്റ്റ്യൻസ്, ദെൻ ഇതേപോലെയുള്ള റീജിയൻസ് കറണ്ട് അഫയേഴ്സിൽ നിന്നും റിപ്പീറ്റഡ് ആണ്. എല്ലാ എക്സാമുകൾ നോക്കുമ്പോൾ അവിടെ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാറ്റിക് GKയും കറണ്ട് അഫയേഴ്സും പഠിക്കുമ്പോൾ നിങ്ങളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പോൾ അത് സെലക്റ്റീവ് ആയിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ കണ്ടെത്തി വേണം പഠിക്കാൻ. ക്ലിയർ ആണ്? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ പഠിക്കുക എന്ന് പറയുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. നമുക്കറിയാം ഏകദേശം മെയ് മാസത്തോടു കൂടി നമുക്ക് എക്സാമിനേഷൻ എക്സ്പെക്ട് ചെയ്യാം. അതായത് മെയ് മാസം ഒരു സെക്കൻഡ് വീക്കിലാണ് നമ്മൾ എക്സാമിനേഷൻ പ്രതീക്ഷിക്കുന്നതെങ്കിൽ, ഇപ്പം ഏതാണ് മന്ത്? ഇത് മാർച്ച് മാസമാണ്. മാർച്ച് മാസത്തിൽ ഒരു 4 ദിവസവും പ്ലസ് ഏപ്രിൽ മാസത്തിൽ 30 ദിവസവും പ്ലസ് ഒരു 15 ദിവസം മെയ് മാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ മുൻപിൽ ഇനി ഒരു 49 ദിവസത്തിൽ താഴെ മാത്രമേ ഉള്ളൂ. അങ്ങനെ മാത്രം കണ്ടാൽ മതി. അപ്പോൾ അത്രയും ദിവസം കൺസിസ്റ്റന്റ് ആയി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ, ഓരോ നിമിഷവും നിങ്ങൾ ഉപയോഗിച്ച് പഠിക്കുമെങ്കിൽ, ഒരു ദിവസം പോലും ഗ്യാപ്പ് എടുക്കാതെ കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും 85+ മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും മക്കളെ? ഈ ഒരു എക്സാമിന്റെ ആ CBT 1 ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിന് ഒന്നാമത് വേണ്ടത് നിങ്ങൾ ക്ലാസ്സസ് കറക്റ്റായിട്ട് കണ്ട് അതേപോലെ തന്നെ നോട്ട്സ് കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക. ദെൻ രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ആ ഒരു സ്കോറ് നേടിയെടുക്കാനായിട്ട് പറ്റുക. ക്ലിയർ ആണ്? സെറ്റാണ്? ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു CBT 1 എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു എത്രയാണ്? 85+ മാർക്കാണ് നമ്മുടെ ലക്ഷ്യം. ആ 85+ മാർക്ക് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രിക്കാണ്. അതായത് ആദ്യം നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു. നമ്മുടെ ഗോൾ എന്താണ് മക്കളെ? 85+ മാർക്സ് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഗോള്.
ഓക്കെ, നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു, 85+ മാർക്സ് സ്കോർ ചെയ്യുക, അതാണ് നമ്മുടെ ഗോള്. ദെൻ എന്ത് ചെയ്തു, ഞാനൊരു പ്ലാൻ മേക്ക് ചെയ്തു. ഓക്കെ, എൻ്റെ പ്ലാൻ ഇതാണ്. ഇനി എൻ്റെ മുന്നിൽ ഒരു 45 ദിവസമുണ്ട്. ഓക്കെ, 45 ദിവസമുണ്ട്. ആ 45 ദിവസത്തിൽ ഞാൻ ഒരു ദിവസം ഇത്ര ടോപ്പിക്ക് ക്ലാസ് കാണാനായിട്ട് ഇത്ര സമയം മാറ്റിവെച്ചു. രണ്ടാമത് നോട്ട്സ് കൃത്യമായിട്ട് വായിച്ചത് സ്റ്റഡി ചെയ്യാനായിട്ട് ഞാൻ ഇത്ര സമയം മാറ്റിവെച്ചു. ദെൻ മൂന്നാമത്തത് റിവിഷന് വേണ്ടിയിട്ട് പഴയ പഠിച്ച ടോപ്പിക്സ് ഒന്ന് വായിച്ച് നോക്കാൻ ഇത്ര സമയം മാറ്റിവെച്ചു. 4 പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര സമയം മാറ്റിവെച്ചു. ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രാക്ടീസിനാണ്. കാരണം ഓട്ടോമാറ്റിക്കലി റിവിഷൻ എവിടെ നടക്കും, പ്രാക്ടീസിന് നടന്നു പോകുന്നു. അതായത് ഒരു 10 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടുമെങ്കിൽ ആ 10 മണിക്കൂറിന് നിങ്ങൾ എങ്ങനെ മാറ്റിവെക്കുക, 10 മണിക്കൂറല്ലേ, 3, 3, 4 എന്ന് മാറ്റിവെക്കുക. അതായത് 3 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക, സ്റ്റഡി. ദെൻ 3 മണിക്കൂർ നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റിവെക്കുക. ദെൻ 4 മണിക്കൂർ നിങ്ങൾ പ്രാക്ടീസിന് വേണ്ടി മാറ്റിവെക്കുക. ഈ 4 മണിക്കൂറിൻ്റെ പ്രാക്ടീസിനിടയ്ക്ക് നിങ്ങൾ റിവിഷനും കൂടി കൃത്യമായിട്ട് ചെയ്തു പോകും. കൂടുതൽ ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഏതെങ്കിലും റീജിയൻ നിങ്ങൾ പഠിക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രാക്ടീസിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. റിവിഷനും പ്രാക്ടീസും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയം മാറ്റിവെക്കാം. ആസ് യുവർ വിഷ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ, സെറ്റാണ്, ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ മേക്ക് ചെയ്തു. ദെൻ എന്ത് ചെയ്യുക, വർക്ക് തുടങ്ങുക. നിങ്ങൾ ഈ നിമിഷം തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയില്ല, 85+ മാർക്ക് സ്കോർ ചെയ്ത് ഒരു ജോലിയിലേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ടൈം, ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. ഈ ബെസ്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തുടങ്ങുക, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഇഫോർട്ട് ഇടാൻ പറ്റുക അത് നിങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കുക. ദെൻ സ്റ്റിക്ക് ടു ഇറ്റ്. നിങ്ങൾ ഈ ചെയ്ത തീരുമാനമുണ്ടല്ലോ, നിങ്ങൾ എടുത്ത ഡിസിഷൻ, നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയില്ലേ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് അതേ കാര്യം തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. 3 ദിവസം കഴിഞ്ഞിട്ട് 4-ാം ദിവസം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. 4 ദിവസം കഴിഞ്ഞു, 5-ാം ദിവസം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, 2 ദിവസം കൂടെ കഴിഞ്ഞു സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ ഒരിക്കലും 85+ മാർക്ക് സ്കോർ ചെയ്യില്ല, ഈ CBT 1 എക്സാമിനേഷൻ ക്ലിയർ ചെയ്യില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ 45 ദിവസമാണെങ്കിൽ 45 ദിവസവും പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. ഓക്കെ, ദെൻ എന്ത് ചെയ്യും, നിങ്ങൾ തീർച്ചയായിട്ടും ഈ 85+ മാർക്കിലേക്ക് നിങ്ങൾ എത്തും. കൺസിസ്റ്റന്റ് ആയി കൃത്യമായിട്ട് ഇത് ചെയ്തു പോവുകയാണെങ്കിൽ. ക്ലിയർ അല്ലേ? അങ്ങനെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ മക്കളെ? നിങ്ങൾ കമന്റ് ചെയ്യും, എനിക്കിത് പറ്റും, ഞാനിത് ചെയ്യും, ഇതിനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യൂ, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കും. ആ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഫെയിൽ ആവും, താഴെ വീണു പോകും അല്ലേ? നിങ്ങൾ അമ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ നമ്പെല്ലാം എന്ത് ചെയ്യും, പലയിടത്തോട്ട് പോകും. ചിലത് ഭിത്തിയെ പോയി പതിക്കും, ചിലത് താഴെയൊക്കെ ആയിരിക്കും പതിക്കുക. ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്ന എപ്പോഴാണെന്ന് അറിയാമോ? നിങ്ങൾ ഈ വർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് ഏറ്റവും അവസാനം വരെ എത്തുമ്പോൾ മാത്രമേ നിങ്ങൾ ആ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുകയുള്ളൂ. ആദ്യം താഴെ വീണു പോകുന്നത് കണ്ട് പതറിപ്പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഓരോ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും അവസാനം വരെ ആ ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പൊരുതാൻ തയ്യാറാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തെറ്റും, രണ്ടാമത് ചെയ്യുമ്പോൾ തെറ്റും, മൂന്നാമത് ചെയ്യുമ്പോൾ തെറ്റും, നാലാമത് ചെയ്യുമ്പോൾ തെറ്റും, തെറ്റിക്കോട്ടെ, 5ാമത് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് എക്സാമിനേഷൻ തെറ്റില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ ലക്ഷ്യസ്ഥാനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന ആ ഒരു തിയറം എന്ത് ചെയ്യുക, മനസ്സിലാക്കി ഉൾക്കൊള്ളുക. ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് സൂപ്പർ നോട്ട്സിന്റെ RRB NTPC ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത, ഇത് ക്രാഷ് ബാച്ച് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് CBT 1 എക്സാമിന് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ തരിക. 150+ അവേഴ്സോളം അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണും. ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ കാണും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, എങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ലൈവ് സെഷൻസ് കാണും. അതേപോലെ തന്നെ മാത്സ് പ്ലസ് റീസണിംഗ് ഫുൾ ടോപ്പിക്സിന്റെ കവറേജ് അവിടെ കിട്ടും. അതേപോലെ കൃത്യമായിട്ടുള്ള GK ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കാണും. മെന്റർഷിപ്പ് ഉണ്ടാകും, പ്രാക്ടീസ് ടെസ്റ്റുകൾ ഉണ്ടാകും, പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF മെറ്റീരിയലുകൾ നിങ്ങൾക്ക് കിട്ടും. അത് കൂടാതെ തന്നെ CBT 2 എന്ത് കിട്ടും, CBT 2 എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഫുൾ കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടും. CBT 2 ഫുൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. 8281223366 എന്ന് പറയുന്ന നമ്പർ, 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. ഈ പറയുന്ന കോഴ്സിന്റെ ഭാഗമാകുക, പഠിച്ചു തുടങ്ങുക, കൺസിസ്റ്റന്റ് ആകുക. ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടൊരു ടെസ്റ്റ് സീരീസ് ആണ് വേണ്ടതെങ്കിൽ അത് 250 രൂപ മാത്രമുള്ള ടെസ്റ്റ് സീരീസ്, ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ, ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ, അതേപോലെ പ്രാക്ടീസ് ടെസ്റ്റുകൾ
കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു അടിപൊളി ടെസ്റ്റ് പാക്ക് അവൈലബിൾ ആണ്. അതിന് 250 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ തന്നെ ബന്ധപ്പെട്ടാൽ മതി. അവർ കൃത്യമായിട്ട് ആ ടെസ്റ്റ് പാക്കിന്റെ കാര്യം പറഞ്ഞുതരും. അങ്ങനെ എല്ലാമായിട്ട് പഠിച്ച് നമുക്ക് ഈ ഒരു ജോലി ഈ ഒരു വർഷം തന്നെ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം. അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ടെസ്റ്റ് പാക്ക് ആവശ്യമുള്ളവർ ടെസ്റ്റ് പാക്കിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്.